നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം. ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ തന്നെ അതിന് പിന്നാലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ CPM-നെതിരെ ആളുകൾ വിമർശനം ഉന്നയിക്കുകയും തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കേസിലെ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും വാർത്താ പ്രാധാന്യം നേടുന്നത്. തെറ്റുപറ്റിയതായി ADM നവീൻ ബാബു പറഞ്ഞതായി കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. യാത്രയപ്പിനെ കുറിച്ചും ADM പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഞെട്ടിക്കുന്നതാണ്. അടിമുടി ദുരൂഹമാണ് ഈ കേസിലെ പോലീസിന്റെ കണ്ടെത്തൽ. കളക്ടറുടെ മൊഴിയിൽ മന്ത്രി രാജന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. സ്വാഭാവികമായി ഇക്കാര്യം മന്ത്രിയോട് പോലീസ് തിരക്കേണ്ടതാണ്. ഏതായാലും നവീൻ ബാബുവിന് അന്വേഷണത്തിൽ കളക്ടർ കൈവിട്ടുവെന്ന് സാരം. തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ ചില തുറന്നു പറച്ചിലുകളൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മാത്രവുമല്ല, ആ വീഡിയോ ദൃശ്യം ഈ PP ദിവ്യ നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന സമയത്ത് കളക്ടറുടെ മുഖത്ത് ഉണ്ടായിരുന്ന ആ ഭാവവ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ഒരു മനുഷ്യനെ ഇത് കേട്ട് അപ്പുറത്ത് തകർന്നിരിക്കുമ്പോഴായിരുന്നു കളക്ടർ ചിരിക്കണോ കരയണോ എന്നുള്ളൊരു ഭാവത്തിൽ അവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഏതായാലും ഇപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ള മൊഴി ശരിയാണോ എന്ന് വെളിപ്പെടുത്തേണ്ടത് മന്ത്രി കെ രാജന്റെ ഉത്തരവാദിത്തമാണ്. യാത്രയപ്പ് ചടങ്ങിന് ശേഷം ADM ചേംബറിൽ എത്തിയെന്നും PP ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് ADM-നോട് ചോദിച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് വൈകിയെന്ന മറുപടിയാണ് ADM നൽകിയത്. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അരനിമിഷം തല താഴ്ത്തി തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് നവീൻ ബാബു ചേംബറിന്റെ വാതിൽ വരെ പോയി തിരിച്ചു വന്നുവെന്നും അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് തോന്നുന്നതായി പറഞ്ഞുവെന്നും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നാലെ ADM-നെ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത്. ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. യാത്രയപ്പിന് ശേഷം PP ദിവ്യയും വിളിപ്പിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെന്ന് ദിവ്യ പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ എന്ന് ഉറപ്പിക്കാനും ദിവ്യ നടത്തിയ നിയമപരമായ ഇടപെടലുകളാണെന്ന് വരുത്താനുള്ള മൊഴികളാണ്. ഇത്തരത്തിലാകും അന്വേഷണത്തിന്റെ പോക്കെന്ന് മനസ്സിലാക്കിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണമെന്ന ആവശ്യവുമായി എത്തിയത്. ഇനി കുറ്റപത്രത്തിനെതിരെ അവർ നിയമ പോരാട്ടം നടത്തുമെന്നാണ് സൂചന. നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് PP ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യ പ്രേരണയായി. ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാർ മൊഴി നൽകി. ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല. കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ളൊരു തെളിവുമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. PP ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരെ ഏർപ്പാടാക്കിയത്. പരിപാടിക്ക് മുമ്പും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു. ADM ആത്മഹത്യ ചെയ്തതിനു ശേഷം ദിവ്യ കളക്ടറെ വിളിപ്പിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട്. മൊഴികളിലേറെയും PP ദിവ്യയ്ക്ക് അനുകൂലമാണ് എന്നതാണ് വസ്തുത. ആത്മഹത്യയ്ക്ക് മുൻപും നവീൻ ബാബു ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് രസകരമായൊരു സാക്ഷിമൊഴി. തന്നെ ഇടനിലക്കാരനാക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് ദിവ്യയുടെ ബന്ധു പ്രശാന്ത് ആരോപിക്കുന്നത്. പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണം നീണ്ടിട്ടില്ല. ഇരുവരും തമ്മിലുള്ള ബന്ധം ADM-ന് അറിയാമായിരുന്നെന്നും പ്രശാന്ത്. യാത്രയപ്പിന് ശേഷം ADM-ഉം താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ദിവ്യയോട് താൻ മുഖാന്തരം സംസാരിക്കാമെന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയതാണെന്നും മൊഴി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് മൊഴി. കളക്ടറേറ്റിലെ യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബു ഒരാളെ മാത്രമാണ് കണ്ടതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വൈകിട്ട് 7ഓടെ അഴീക്കോട്ടെ പ്രശാന്തനെയാണ് കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപത്ത് കണ്ടത്. നവീൻ ബാബു തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്ലാസ്റ്റിക് കയറിന്റെയും അടിവസ്ത്രത്തിൽ കാണപ്പെട്ട കറയുടെയും വസ്ത്രങ്ങളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കയർ ഉത്തരത്തിൽ കെട്ടുമ്പോൾ കൈവിരലിലെ നഖങ്ങൾക്കിടയിലും കയറിന്റെ അംശങ്ങൾ കണ്ടെടുത്തു. അടിവസ്ത്രത്തിൽ കണ്ട കറ തൂങ്ങി നിൽക്കുമ്പോൾ സംഭവിച്ച ഭയത്തിൽ നിന്നോ മറ്റോ ആയിരിക്കാമെന്നാണ് പറയുന്നത്. കണ്ണൂർ ഗവൺമെന്റ് കോളേജിലെ
ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TM പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിൽ തൂങ്ങിമരണമെന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. മരിക്കുന്നതിന് തൊട്ടു മുൻപ് പുലർച്ചെ 4:56 ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊബൈൽ ഫോൺ നമ്പർ സഹപ്രവർത്തകന് സന്ദേശമായി അയച്ചു കൊടുത്തതും മരണവിവരം അറിയിക്കാനാണെന്ന് തെളിവായി കുറ്റപത്രത്തിലുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കും കുറ്റപത്രത്തിൽ മറുപടി നൽകുന്നുണ്ട്. നവീൻ ബാബുവിന്റെ 2 ഫോണുകളിലും ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല. പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചില്ല. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല. മരണം നടന്ന് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടത്തണമെന്ന് സർക്കുലറുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് 12 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു. ഒക്ടോബർ 15 രാവിലെ 10:45 11:45 ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. 15 രാത്രി 11ഓടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലുമായിരുന്നില്ല. യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ നവീൻ ബാബുവിന്റെ ഭാര്യ, കുട്ടികൾ എന്നിവരുടെയൊക്കെ മൊഴിയെടുത്തു. വിരലടയാളം അടക്കം ശേഖരിച്ചു. നവീൻ ബാബു ഉപയോഗിച്ച 2 ഫോണുകളും കണ്ടെടുത്ത് കോൾ വിവരങ്ങളടക്കം പരിശോധിച്ചു. ഏതായാലും ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ PP ദിവ്യയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളതാണ്. PP ദിവ്യക്കെതിരെയുള്ള ഒരു ആരോപണം പോലെ, അല്ലെങ്കിൽ PP ദിവ്യ പരസ്യമായി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള കഴമ്പുമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള തരത്തിലുള്ള സംരക്ഷിക്കുന്ന രീതിയിലുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്.